ബബ്ബബ്ബ സിനിമ കാണാൻ ഞാൻ പോകുന്നില്ല. കാരണം എന്തിനീ പടം കാണുന്നത്? ദിലീപിൻ്റെ പടമല്ലേ. പുള്ളിക്കാരനാണെങ്കിൽ ഒരു കേസിൽ പ്രതിയൊക്കെ ആയതല്ലേ. പിന്നെ മോഹൻലാൽ ആവശ്യമില്ലാതൊക്കെയാണല്ലോ ഈ ദിലീപിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും പോസ്റ്റർ ഷെയർ ചെയ്യുന്നതും പുള്ളിയുടെ സിനിമയിൽ അഭിനയിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ഞാൻ ഈ പടത്തിന് പോകുന്നില്ല. ഇങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയനിൽ പല ആൾക്കാർ പറഞ്ഞതായിട്ട് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ ശരിക്കും എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ആ ഒരു ആൾക്കാർ, അതായത് ആ ഒരു ചോദിക്കുന്ന ആൾ സെലക്ട് ചെയ്ത്, അതായത് ലേഡീസിനെ മാത്രം സെലക്ട് ചെയ്ത് അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ചോദിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചോദിക്കുന്ന ലേഡീസ് മൊത്തം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ്റെ പടം കാണുന്നില്ല, ഈ ഒരു കേസിന് ശേഷം മുതൽ പുള്ളിയുടെ പടങ്ങൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് അതിനൊരു താല്പര്യമില്ല, അത് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്, അത് നമ്മൾ അതിൽ റെസ്പെക്റ്റ് തന്നെ ചെയ്യും. പക്ഷെ ഞാൻ അവിടെ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ ഇഷ്ടമാണ് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾക്കിപ്പം ഒരാളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ ആകെ ഉള്ളത് കോടതിയിൽ ഈ ഒരു കേസ് വന്നപ്പം ഇപ്പം അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരനെതിരെ ഇപ്പോൾ തെളിവുകളില്ല, അതുകൊണ്ട് പുള്ളിക്കെതിരെ കേസില്ല, പുള്ളിയെ വെറുതെ വിട്ടു കോടതി എന്നൊരു സംഭവം വന്നിരിക്കുന്നു. ഇത് തെളിഞ്ഞത് കോടതിയില്ല. പിന്നെ ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ലാലേട്ടനാണെങ്കിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു, ദിലീപിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു, ദിലീപിൻ്റെ സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നു. ഇത് ശരിക്കും സിനിമയാണ്, അത് ശരിക്കും ഒരു പടമാണ്. പടത്തിനെ നമ്മൾ പടമായിട്ട് കാണുക. ഇപ്പോൾ നടന്മാർ കേസിലൊക്കെ പെട്ട നടന്മാർ വേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലേ? അങ്ങനെ നോക്കുവാണെങ്കിൽ ഹിന്ദി സിനിമയിൽ സൽമാൻ ഖാനും സഞ്ജയ് ദത്തും ഒന്നും ഒരു പടത്തിൽ പോലും അവരെ അഭിനയിപ്പിക്കാൻ പാടില്ലാത്തതാണല്ലോ. അവരാണെങ്കിൽ ഇപ്പം സൽമാൻ ഖാൻ ആണെങ്കിൽ നമ്മുടെ ചിരഞ്ജീവിയുടെ കൂടെ പടം ചെയ്യുന്നു, വേറെ ഇൻഡസ്ട്രിയിൽ പോയി. സഞ്ജയ് ദത്ത് ആണെങ്കിൽ തമിഴ് വന്ന് വിജയുടെ കൂടെ ലിയോ ചെയ്യുന്നു. അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മളപ്പോൾ സിനിമയെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഥാപാത്രങ്ങളാണ് കാണുന്നത്. ഒരിക്കലും അവരെന്താണെന്നോ അവരേതാണെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ആണെങ്കിലും അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ, അയാളുടെ റിയൽ സ്വഭാവം എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കാണുന്നത് അതിലെ ക്യാരക്ടറുകളാണ്. പിന്നെ അവർ പറയുന്നു സിനിമയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒരു സിനിമയെന്ന് പറയുന്നത്, ഇപ്പം ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ ദിലീപിൻ്റെ മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഡ്രീം ആയിരിക്കും ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ബബ്ബബ്ബ മാത്രമല്ല, വേറെ ഏത് സിനിമ എടുത്താലും ഒരു കൂട്ടം ആൾക്കാരുടെ കുറേ നാളിൻ്റെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു സിനിമ റിലീസാകുമ്പം അതൊരു നല്ല റിപ്പോർട്ട് വരുവാണെങ്കിൽ അതിന് കിട്ടുന്ന കളക്ഷനുമല്ല അവർക്ക് സ്വന്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് ആഗ്രഹിച്ചാണ് ആ പടം എടുക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിക്ക് പോകണമെന്ന് തന്നെ എല്ലാവരും ആഗ്രഹിക്കത്തുള്ളൂ. പിന്നെ ഈ പോകത്തില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോയില്ലെങ്കിലും ഇവിടെ ഒന്നും വരാനില്ല. ഈ പടത്തിൻ്റെ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ബുക്കിങ്ങിൻ്റെ കാര്യം കണ്ടതാണ്. ഇജാദ് ബുക്കിംഗ് ആണ് നടക്കുന്നത്. ദിലീപിൻ്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഒരു പണിയാണ് ഇതിൽ നിന്ന് കിട്ടിയത്. അവർ വിചാരിച്ചിരുന്നത് ഈ പടം ആരും കാണത്തില്ല, പോകത്തില്ല, സപ്പോർട്ട് ചെയ്യത്തില്ലെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഈ പടം എല്ലാവരും പോയി കാണും, സപ്പോർട്ട് ചെയ്യും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇതിൻ്റെ ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് നടക്കുന്നതിൻ്റെ ആ ഒരു റേഞ്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ എന്തായാലും പോകുന്നുണ്ട്. ഈ പടം കണ്ടിട്ട് ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. അതേസമയം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് 6 മണിക്കത്തെ ഷോയ്ക്കാണ്. അപ്പം നമ്മൾ രാവിലെ ഒരു റിവ്യൂ ഇടുന്നതായിരിക്കും. പക്ഷേ അതൊരിക്കലും റിവ്യൂ എന്ന് കറക്റ്റ് എൻ്റെ ഒരു റിവ്യൂ ആയിരിക്കത്തില്ല. ആ പടത്തിൻ്റെ ആൾക്കാർ റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നാം പറയുന്നൊരു വീഡിയോ ആയിരിക്കും അത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ പുള്ളിയെ എതിർത്ത് സംസാരിച്ചവർക്ക്, പുള്ളിയുടെ സിനിമയ്ക്ക് എതിർത്ത് സംസാരിച്ചവർക്ക് കിട്ടുന്ന ഒരു മറുപടി ആയിരിക്കും ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനും ഈ സിനിമ എത്രത്തോളം ഹിറ്റാകുന്നെന്നുള്ളതും. എന്തായാലും ഈ സിനിമ നല്ല രീതിക്ക് വിജയിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെ ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.